Hello YouTube. Today we are going to the property of the School of Third. അവർ കുറച്ച് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതിൽ ഞാൻ ദ ഫുൾ എക്സ്പീരിയൻസ് പ്രോഗ്രാമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതായത് 3 days ഫുൾ ഓഫ് റോഡ്, ലിമിറ്റഡ് സീറ്റ്സാണ്. 10 സീറ്റ്സ് മാത്രമേ ഉള്ളൂ, 10 സ്ലോട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വെഞ്ഞാറമ്പൂടൊക്കെ കഴിഞ്ഞിട്ട് നേരെ കൊട്ടാരക്കരയ്ക്ക് പോകുന്നു. കൊട്ടാരക്കരയിൽ നമ്മുടെ നീൽ ബ്രോ ഉണ്ടാവും. കൊട്ടാരക്കര KTM കയറി പുള്ളിയെ ചെയിൻ ഒന്ന് നോക്കണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വിടും. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ ഒരു ചായക്കടയുണ്ട്. അവിടെയാണ് ആക്ച്വലി എല്ലാവരുടെയും ഒരു മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫുൾ എക്സ്പീരിയൻസ് പ്രോഗ്രാം 3 days കൊണ്ട് കവർ ചെയ്യുന്നത്. ഇതേ പോകുന്നു നെയ്യാറ്റിൻകര കോട്ടയം ബസ്. എൻ്റെ പൊന്നെ, നെയ്യാറ്റിൻകര കാട്ടാക്കട നെടുമങ്ങാട് കൊട്ടാരക്കര കോട്ടയം, നമ്മുടെ ഏരിയ നെയ്യാറ്റിൻകര. ഈ സ്ട്രെയിറ്റ് റോഡ് നേരെ പോയിട്ടൊരു നല്ല വളവാണ്. അപ്പോൾ നമ്മളിവിടുന്ന് കത്തിച്ച് പോകും. അല്ല, എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതാണ് ഇവിടുന്ന് കത്തിച്ച് പോയിട്ട് ആ വളവ് നമ്മൾ ആക്ച്വലി ഈ ഒരു വളവ്, അതായത് എത്തിയ വളവ്, ഈ പാലത്തിൻ്റെ അവിടെയുള്ള വളവ് നമ്മൾ ആക്ച്വലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. പക്ഷേ ഇച്ചിരി ഓഫ് റോഡാണ്, ഇച്ചിരി സീൻ വളവാണ്. ഇവിടുന്ന് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും. നമ്മളിതേപോലെ ഈ ഒരു ടൈപ്പ് റോഡിൽ, അതായത് ഈ ഒരു വീതിയുള്ള റോഡ്, നമ്മുടെ സാധാ സ്ട്രീറ്റ് ഹൈവേ, അതിലെ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത്തിരി സ്പീഡ് കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ എപ്പോഴും ഈ സെൻറ്ററിൽ കൂടെ പോകണമെന്നല്ല, സെൻറ്റർ ലൈൻ ചേർന്ന് പോകുന്നത് നന്നായിരിക്കും. കാരണം ലെഫ്റ്റിലും റൈറ്റിലും കൂടെ എപ്പോഴും ആൾക്കാർ നടക്കുകയും അല്ലാതെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിന് കാരണം അവിടെ സ്ഥലം കുറവായിരിക്കും. അപ്പം അവിടെ നിന്ന് വരുന്നതും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതുമായ വണ്ടികളൊക്കെ അല്പം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു സെൻറ്റർ പോലെ, അല്ലെങ്കിൽ സെൻറ്ററിനോട് ചേർത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം മൂവ്മെൻറ്റിൻ്റെ ആവശ്യം വരില്ല. മാത്രമല്ല, ഇപ്പം പെട്ടെന്ന് ഒരാളെടുത്ത് ചാടി അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഫ്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചിലപ്പോൾ ആക്സിഡൻറ്റ് വന്നേക്കാം. അപ്പോൾ സെൻറ്ററിനോട് ചേർന്ന് പോകുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നില്ല. എത്ര നാളായി ഈ വഴി വന്നിട്ടെന്നറിയാമോ? ഒരുപാട് നാളായി. ഈ ലാസ്റ്റ് വിൻ്റർ സീസണിലാണ് വന്നത്, ലൈക്ക് November, December. Yeah, it's been 3-4 months that I've been here. It's beautiful. Like, look at those trees. They won't touch. Yeah, they touch. It's pretty cool. അവിടെ എന്തോ ആക്സിഡൻറ്റ് നടന്നിട്ട് പോകില്ല എന്ന് പറയുന്നത്, ബൈക്ക് പോകുമെന്ന് പറയുന്നത്. എന്താണ് സംഭവം എന്നറിയില്ല. ആംബുലൻസ്. തേഞ്ഞു. കഴിഞ്ഞു. എന്തോ വലിയ ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു. ബൈക്കും പോകില്ലേ ചേട്ടാ? ബൈക്കും പോകില്ലേ? പോയി നോക്കാം. ആ,
അതാണ് അറിഞ്ഞുകൂടാത്തത്. പോവില്ല, ബൈക്ക് പോകത്തില്ല, ഭയങ്കര തിരക്കാ അവിടെ. ഓ ആ ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ അവിടെ ആക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വഴിയില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഓബ്വിയസ്ലി ഗൂഗിൾ മാപ്സ് നോക്കി. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഉണ്ട് നമ്മൾ നേര്യമംഗലത്ത് നിന്ന് നീണ്ടപാറ വഴിക്ക്, അതായത് ഈ മറ്റേ മൂന്നാർ റോഡിന് പാരലായിട്ട് ഒരു റോഡുണ്ട്, നീണ്ടപാറ. അതെ, നീണ്ടപാറ വഴിക്ക് നമുക്ക് പന്നിയാർ റൂട്ടി എത്താം. പന്നിയാർ റൂട്ടിൽ നിന്ന് ലെഫ്റ്റ് എടുത്താൽ കല്ലാർ റൂട്ടിൽ നിന്ന് ലെഫ്റ്റ് എടുത്താൽ അടിമാലി പോയി മൂന്നാർ പോവാം. പക്ഷേ അതിനേക്കാളും എളുപ്പ വഴി ഗൂഗിൾ ചേച്ചി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കല്ലാർ റൂട്ടി എത്താം. കല്ലാർ റൂട്ടി എത്തിയിട്ട് നമുക്ക് പറയാം എപ്പടി. പിന്നെ അല്ല, ഒരു 100,000 വഴികളുണ്ട് ഈ കേരളത്തിനാണ്. ഏതെങ്കിലും വഴിക്കകത്ത് പോയാൽ. സോ ഐ തിങ്ക് ഈ വഴി അറിയുന്നുള്ളവരെല്ലാം ഇതുവഴി പോകുന്നുണ്ട്. നമ്മളങ്ങനെ കല്ലാർ കൂട്ടിയെത്തി. അതായത് അടിമാലിയുടെ ഒരു അപ്പുറത്തെ സൈഡെത്തി. അടിമാലി ലെഫ്റ്റ് ആണെങ്കിൽ ഇത് റൈറ്റ്. ഇത് രാജാക്കാട് റോഡാണ്. പക്ഷേ നമുക്ക് രാജാക്കാട് പോകണ്ട, അതിന് മുന്നേ എവിടെ നിന്നെങ്ങാണ്ടോ തിരിയും. ശല്യാംപുര റോഡ് അങ്ങനെ എന്തോ പറഞ്ഞ് ഇങ്ങോട്ട് കയറിയിട്ട് മറ്റേ സ്ട്രീറ്റ് പോയി കഴിഞ്ഞാൽ രാജാക്കാട്. ഇവിടെ നിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്കും അറിയില്ല. 2 കിലോമീറ്റർ പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും. അങ്ങനെ നമ്മൾ ഒരു 10 കിലോമീറ്റർ കൂടെ ആയിക്കഴിഞ്ഞാൽ മൂന്നാറായി. മൂന്നാറിൻ്റെ സൗന്ദര്യം ഇവിടുന്നേ കാണാൻ ശ്രമിക്കാം. തണുക്കടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. അവിടെ നിന്നൊരു ചായക്കടയിൽ നിന്ന് നമ്മൾ ചായയും സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ സ്റ്റേയിലോട്ട് പോവുകയാണ്. സ്റ്റേസ് ഇൻ വട്ടവട. സ്റ്റേയുടെ പേരെന്ന് പറയുന്നത് ലവ് ക്യാബിൻ എന്നാണ്. So there are going to be beautiful views en route. In the meantime, you guys enjoy the view and let me ride the bike. So you know the drill. If you haven't subscribed to my channel, please do subscribe to my channel. And if you like this video, please share this video. And if you have any comments and concerns, please do post them on the comment section. I will surely reply to them. So yeah, see you on next video.
ഇതാണോ സ്റ്റേ? ഒന്നുമില്ലടാ, എവിടെ പോയാലും പട്ടികളൊക്കെ ആണ് കേട്ടോ.